താമരശ്ശേരി ചുരത്തിൽ വിനോദയാത്രാ സംഘത്തിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രി ടൂറിസ്റ്റ് ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം. സംഭവത്തിൽ കൈതപ്പൊയിൽ സ്വദേശികളായ അജ്മൽ, ഷാജഹാൻ, ആഷിഖ് അബ്ദുൾ റസാഖ് എന്നിവരെ പിടികൂടി. കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ശനിയാഴ്ചയാണ് പോയത്. ഞായറാഴ്ച തിരിച്ചു വരുന്ന വഴിക്ക് ചുരം ഇറങ്ങുന്ന സമയത്ത് വേറൊരു വണ്ടിയായിട്ടൊരു ചെറിയൊരു സൈഡ് പറഞ്ഞ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ഞങ്ങളെ പിറകെ വന്ന് ഒരാൾ വണ്ടിയിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്ത് എൻ്റെ ഫോണ് കൊണ്ടുപോവുകയും ചെയ്ത്. ഇതുവരെ കിട്ടിയില്ല. ഫോണും കൊണ്ട് എവിടെയാണുള്ളതെന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതലും മോൻ്റെ കാല് വലിക്കുകയും മോനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വല്ലാണ്ടെന്ന് പറയുക മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ മുണ്ടൂരി കൈമ പിടിച്ചുങ്ങാഞ്ഞ് പുറത്തുള്ള നിൽക്കുന്നതും പിന്നെ അതിൽ പുറത്തുള്ള ആൾക്കാരാണ് മോൻ്റെ കാല് പുറത്തേക്ക് വലിച്ചതും. തിരിച്ചു വരുമ്പോൾ ചുരത്തിൻ്റെ മുകളിൽ നിന്ന് ബസ്സും വേറൊരു വണ്ടിയായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മുകളിൽ എവിടുന്നോ വന്ന് ബ്ലോക്കിൽ കുടുങ്ങിയ ഏതോ വണ്ടിക്കാരൻ വന്നിട്ടാണ് നമ്മളെ അടിവാരത്തിൻ്റെ അടുത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ, ചെറുപ്പക്കാർ ഞങ്ങളെ ബസ് തടയുകയും ബസ് തടഞ്ഞിട്ടും ഡ്രൈവറെ അല്ല ഓല ആക്രമിക്കാൻ നോക്കുന്നത്, യാത്രക്കാരെ ആക്രമിക്കാൻ നോക്കുന്നത്. സ്ത്രീകളടങ്ങുന്ന യാത്രക്കാരെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉടുവസ്ത്രം അടക്കം ഊരിക്കൊണ്ടുപോയി, മുണ്ട്, അതുപോലെ തന്നെ വനിതകളെ അടുത്തുനിന്ന് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു പറിച്ചു കൊണ്ടുപോയിരിക്കുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, വിനോദയാത്രാ സംഘത്തെയാണ് ആക്രമിച്ചിരുന്നത്. കവർച്ചയായിരുന്നു ലക്ഷ്യം. ഈ പിടികൂടിയവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, വയനാട് കണ്ട് തിരിച്ചിറങ്ങുകയായിരുന്നു 42 അംഗ യാത്രാ സംഘം. വിനോദസഞ്ചാരത്തിനായി പോയി മടങ്ങി വരുന്നതിനിടെയാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ചേളന്നൂരിൽ നിന്നാണ് ഈ യാത്രാ സംഘം യാത്ര തിരിച്ചിരുന്നത്. അവർ മടങ്ങി വരുന്ന വേളയിൽ അവിടെ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു കാറുമായി ചെറിയ ഒരു ഉരസൽ ഉണ്ടായത്. പിന്നീട് താഴേക്ക് വന്ന വേളയിലാണ് ഈ ബസ് തടഞ്ഞു നിർത്തുകയും പിന്നീട് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത്. 5 അംഗ സംഘമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേരുടെ അറസ്റ്റ് പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒളിവിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ ഉൾപ്പെടെ ഇവരും ആക്രമിച്ചു. മാത്രമല്ല വസ്ത്രം വലിച്ചു കീറുന്നു, അതുപോലെ സ്ത്രീകളോട് മോശമായി പെരുമാറുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. അതിൽ ഒരു യാത്രക്കാരിയുടെ മൊബൈൽ ഫോൺ ഇവർ കവർന്ന് പോയിട്ടുമുണ്ട്. അത് ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം നടത്തിയതിനിടയിലാണ് ഇപ്പോൾ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കൈതപ്പൊയിൽ സ്വദേശികളായിട്ടുള്ള അതുപോലെ ആഷിഖ് അബ്ദുൾ റസാഖ്, അതുപോലെ അജ്മൽ, ഷാജഹാൻ, ഈ 4 പേരുടെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കൂട്ടാളിയായ ഒരാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അന്വേഷണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ നടപടിയുമായിട്ടാണ് താമരശ്ശേരി പോലീസ് മുന്നോട്ട് പോകുന്നത്. ജിൽസി.